ഈ വീഡിയോയിൽ റഷ്യ ഉക്രൈന്റെ വിഷയത്തിലേക്ക് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങളെ മൊത്തത്തിൽ ഗണ്ണിച്ചുകൊണ്ട് പുടിൻ റഷ്യ ശക്തമായ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഉക്രൈന്റെ സെലൻസ്കി അറിയാലോ, സെലൻസ്കി എപ്പോഴും നാടകമാണ്. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് 4 വർഷം കൊണ്ട് റഷ്യ എൻറ്റയർ യൂറോപ്പിനെ കൈയടക്കും എന്നുള്ള ഒരു ഭീഷണി മാത്രമല്ല, ഒരു യൂറോപ്പിനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഇത് കേട്ടിട്ട് പേടിച്ചിട്ട് ഉക്രൈനെ നിരുപാധികം സപ്പോർട്ട് ചെയ്യണം, അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. അത് പണമായിട്ടാണെങ്കിൽ അങ്ങനെ, ആയുധങ്ങളായിട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു സഹായം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴൊക്കെ സഹായം വേണോ ആ ഒരു ടൈമിലൊക്കെ ഉക്രൈനിലെ സെലൻസ്കി ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ, ഉക്രൈൻ ഇപ്പൊ കീഴടങ്ങിയാൽ എൻറ്റയർ യൂറോപ്പ് റഷ്യയുടെ കീഴിലേക്ക് പോകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നാടകം നടത്തി മുന്നോട്ട് ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യക്കുള്ളിൽ നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഉക്രൈനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ തന്നെയാണ് ആ ഒരു തീരുമാനം. ആ ബേസിസിലാണ് ഇപ്പം ട്രംപ് എത്രത്തോളം അഗ്രസീവായിട്ട് റഷ്യക്കെതിരെ സംസാരിച്ചാലും പുടിനെതിരെ സംസാരിച്ചാലും റഷ്യക്ക് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അവര് അതിതീവ്രമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാനാണ് ഇനിയുള്ള കാലങ്ങളിൽ അഴിച്ചുവിടാനാണ് അവർ ഉള്ളിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് പൊതുവിൽ ഇപ്പം റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്ന വാർത്ത. യൂറോപ്പ് മേഖല ആയിക്കോട്ടെ, പോപ്പുലേഷൻ ക്രൈസിസ് അതിഭീകരമായ നിലയിൽ പോപ്പുലേഷൻ ക്രൈസിസ് നേരിടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏഷ്യൻ സൈഡിൽ ജപ്പാൻ, സൗത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ പെടുന്നുണ്ട്. അതായത് വളരെ സ്പീഡായിട്ടാണ് ഈ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പോപ്പുലേഷൻ ഡിമിനിഷ് ആയി വരുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ. ഇതൊക്കെ ഈ പുതിയ തലമുറയുടെ ആ ഒരു അവയർനെസ്, പുതിയ തലമുറയുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജീവിതശൈലി, ഒരു ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ട് ഉണ്ടായ ഒരു മാറ്റമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ പഠനവിധേയമായിട്ട് അവിടുത്തെ ഗവൺമെന്റുകൾ, സർക്കാരുകളൊക്കെ ചേർന്ന് പലതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പോപ്പുലേഷൻ അത്ര സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ വശം. ചൈനയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള നിയമങ്ങളും നടപ്പിലാക്കിയതാണ്. പിന്നീട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ട് അവർ ആ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പോളിസിയൊക്കെ എടുത്ത് മാറ്റി. വീണ്ടും പോപ്പുലേഷൻ ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലയിലൊക്കെയാണ് ചൈന ചിന്തിക്കുന്നത്. മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയിൽ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോറിസ് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി യു കെയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു കെയിലെ എക്സ് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ 3ാമത്തെ ഭാര്യയിൽ 9ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ബോറിസ് ജോൺസന്റെ വയസ്സ് 60 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ യു കെയിലെ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ബോറിസ് ജോൺസൺ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോപ്പുലേഷൻ ഡിമിനിഷുമായിട്ട് ബന്ധപ്പെട്ട് ബോറിസ് ജോൺസൺ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പിക്ചറും കൂടി വൈറലായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും കൂടെ ഇവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഉക്രൈനിലെ ബുട്ടാനോ പറഞ്ഞിരിക്കുന്നത് ശരിക്കും അമേരിക്ക ഇതൊന്നും കണ്ടു നിൽക്കത്തില്ല. അതായത് റഷ്യയുടെ ഈ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള നീക്കങ്ങളൊന്നും അമേരിക്ക കണ്ടു നിൽക്കത്തില്ല. തീർച്ചയായിട്ടും അമേരിക്ക തിരിച്ചടിക്കും, ഉക്രൈനിലൂടെ തന്നെ തിരിച്ചടിക്കും എന്നുള്ള നിലയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാം. ട്രംപ് വളരെ തന്ത്രപരമായിട്ട് മിനറൽ ഡീലൊക്കെ സ്വന്തമാക്കിയിട്ട് പുള്ളിയുടെ കാര്യം നോക്കി അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പം 1-ാം തീയതി മുതൽ അടുത്ത താരിഫ് യുദ്ധവുമായിട്ട് ഇനിയിപ്പം വെളിയിൽ വരും. അപ്പൊ അത് ഒരു സൈഡിൽ നിൽക്കെ തന്നെ നിങ്ങൾ ഇനിയിപ്പോ യുദ്ധം അവസാനിപ്പിച്ചാലും ശരി, അവസാനിപ്പിച്ചില്ലെങ്കിലും ശരി എന്നുള്ള രീതിയിൽ ചില ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുടിനെതിരെ പറഞ്ഞുകൊണ്ട് ട്രംപ് തൽക്കാലം ഇത്തിരി സമാധാന പ്രിയനായിട്ട് മാറി അങ്ങനെ മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ യുക്രൈനും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ട്രംപ് പെട്ടെന്ന് ചാടിക്കയറി വന്ന് എന്തെങ്കിലും അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥ കുറച്ച് മാറിയിരിക്കുകയാണ്. കാരണം ട്രംപിന് തന്നെ മനസ്സിലായി ശരിക്കും ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു കോമാളിയായി മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി സൈലന്റ് ആയിട്ടാണ് ഇപ്പം ട്രംപ് മുന്നോട്ട് പോകുന്നത്. ട്രംപ് അങ്ങനെ അടങ്ങിയിരിക്കത്തില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്നാലും ഇപ്പൊ തൽക്കാലം ഇന്ന് ഇത്തിരി സമാധാനത്തിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും. ആരുടെ? റഷ്യയുടെയും യുക്രൈന്റെയും. ഇത് നമ്മൾ പറഞ്ഞല്ല, ഇത് ശരിക്കും ട്രംപ് തന്നെ ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. എന്നിട്ടാണ് 24 മണിക്കൂറല്ല, 24 ദിവസമല്ല, ഇനിയിപ്പോ ഇതിപ്പോ 240 ദിവസം ആയാലും ട്രംപിനെ കൊണ്ട് അത് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണ് ലോകം ഇപ്പൊ ട്രംപിനെ വിലയിരുത്തുന്നത്. ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം, റഷ്യയൊക്കെ ഒരു പരിധിക്ക് കൂടുതൽ ട്രംപിന് സാങ്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ തളയ്ക്കാൻ പറ്റില്ല. അങ്ങനെ തളച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാല് നിങ്ങൾ നോക്കിക്കോണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം അമേരിക്ക ഇന്ന് ചെയ്തിട്ടുണ്ട്. ഒരു 500 മിലിറ്ററി ട്രൂപ്പിനെ അമേരിക്ക ഒരു സ്ഥലത്ത് കൊണ്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പം റഷ്യ ആയിക്കോട്ടെ, ഒരു സൈഡിൽ നിങ്ങൾ നോക്കൂ റഷ്യ, മറ്റൊരു സൈഡിൽ ചൈന.
ഈ റഷ്യയും ചൈനയുമാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ റഷ്യയെ ഒരു ബിസിനസ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുടിനുമായിട്ട് ട്രംപിനുള്ള ബന്ധം വെച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി നിർത്താൻ ശ്രമിച്ചെങ്കിലും ചൈനയെ അവർക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ചൈനയെ ഏത് വിധേനയും ചൈനയുടെ എക്കോണമിയെ തകർക്കണം എന്നുള്ള നിലയിൽ അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ ആരെ വെച്ചിട്ട് വേണമെങ്കിലും ആവാം. ആ രീതിയിലുണ്ട്. ഒന്നെങ്കിൽ ബംഗ്ലാദേശ്, അല്ലെങ്കിൽ തൈവാൻ, അല്ലെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ഏതെങ്കിലും രീതിയിൽ ശ്രമിക്കാമെന്നാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ ഇവം റഷ്യയുടെ മേളിൽ ഏറ്റവും കൂടുതൽ സാങ്ഷൻസ് കൊണ്ടുവന്ന് വീണ്ടും പ്രഷർ ചെയ്യുന്ന വെച്ചോ. ഓൾറെഡി തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ടാണ് റഷ്യ സ്വിഫ്റ്റിന്റെയോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള US ഡോളറിന്റെയോ ഒരു ട്രാൻസാക്ഷന്റെയും ബന്ധമൊന്നും ഇല്ലാതെ തന്നെ റഷ്യ ശക്തമായ രീതിയിൽ അവരുടെ എക്കോണമി പിടിച്ചു നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോളറിനെതിരെ കിട്ടിയ ഒരു തിരിച്ചടിയാണ്. ഇപ്പൊ അതേ മിസ്റ്റേക്ക് ഇപ്പൊ ട്രംപ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് അതിശക്തമായ രീതിയിലുള്ള ബോണ്ടിങ് റഷ്യ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ചൈന അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇന്ത്യയുമായിട്ട് അമേരിക്ക ഇടപെടുന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആയിട്ട് ഇന്ത്യയും അതിനെ സപ്പോർട്ട് ചെയ്യും, പിന്തുണ കൊടുക്കും. കോമൺലി ഇന്ത്യ ഒരു 50-50 റേഞ്ചിലായിരിക്കും നിൽക്കുക. കാരണം ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ആ രീതിയിൽ നെഗോസിയേഷന്റെ സാധ്യതകൾ ഇന്ത്യ തേടും. ഇന്ത്യ ബ്രിക്സ് കറൻസിയുമായിട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രിക്സ് കറൻസി വന്നേനെ. അങ്ങനെ ഒരു കറൻസി വന്നിരുന്നെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ന് റഷ്യ എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതേ രീതിയിൽ ഇന്ത്യക്ക് നെഗോഷിയേറ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ചെറിയ ലാഗിങ് വരുത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ നമുക്ക് ചില വിഷയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ റഷ്യയുടെ മേളിൽ ഏറ്റവും കൂടുതൽ സാങ്ഷൻസ് അമേരിക്ക കൊണ്ടുവരുന്നെങ്കിൽ ബ്രിക്സ് ശക്തിപ്പെടും. അപ്പൊ അതേപോലെ ഒരു വിഷയം കൂടെ ഇതിനകത്ത് പറയാനുള്ളത്, 500 ട്രൂപ്സിനെ, അമേരിക്കൻ ട്രൂപ്സിനെ തൈവാനിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക. തൈവാന്റെ ഉള്ളിൽ തൈവാന്റെ സോൾജേഴ്സിന് മിലിറ്ററി ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ഈ ട്രെയിനിങ് കൊടുക്കുന്നിടത്തിൽ ബീജിങ്ങിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ചൈനയെ നിരുപാധികം തള്ളിക്കൊണ്ട് തൈവാന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനകത്ത് കടന്നുകയറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തൈവാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തൈവാൻ ഓക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അമേരിക്ക അവിടെ പോയിരിക്കുന്നത്. ഈ ഒരു വിഷയം ശരിക്കും ചൈനയ്ക്ക് ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് ഇപ്പം വിഴുങ്ങാനും പറ്റുന്നില്ല, അതായത് ചൈനയ്ക്ക് ഇപ്പം ഇതുമായിട്ട് പൊരുത്തപ്പെടാനും പറ്റുന്നില്ല, പക്ഷെ ഇതിനെ എതിർക്കാനും കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ്. കാരണം ചൈന എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ കൊണ്ട് പല രാജ്യങ്ങളെയും വളച്ചിട്ടുണ്ട്. അതുപോലെ യുദ്ധത്തിന് ഒരിക്കലും ചൈന കോപ്പ് കൂട്ടി മുന്നോട്ടങ്ങ് പോകത്തില്ല. അവർക്കറിയാം അത് നഷ്ടക്കച്ചവടമാണെന്ന്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം തൈവാന്റെ മേളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ചൈനയാണ്. ഇനി പല സ്റ്റേറ്റ്മെന്റുകളും ഇനി ഗ്ലോബൽ ടൈംസിലൂടെയും പല വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ചൈന ഇപ്പോൾ പുറത്തിറക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ തൈവാൻ മേഖല, തൈവാൻ സ്ട്രൈറ്റ് അത് ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള മേഖലയായിട്ട് ഇപ്പൊ രൂപപ്പെട്ട് വരികയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഒരു സൈഡില് ജുങ്താ ഗാർഡിനെതിരെ മ്യാൻമറിൽ ഇതേപോലെ അമേരിക്കൻ ആർമി അവിടെ അർക്കൻ ആർമിയെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്പർ 1 മനസ്സിലാക്കിക്കോളൂ. അതേസമയം ഇപ്പൊ ഇവിടെ തൈവാന്റെ ഉള്ളിൽ 500 മിലിറ്ററി ഉദ്യോഗസ്ഥരെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ രീതിയിൽ ചൈനയ്ക്ക് പ്രഷർ കൊടുക്കുന്ന ഒരു അമേരിക്കയുടെ സിറ്റുവേഷൻ, അതായത് ഏത് വിധേനയും ചൈനയെ ഒന്ന് മുട്ടുകുത്തിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു ട്രേഡ് വാർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചിട്ട് ഷീ ജിൻപിങ് അതിനെ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ അതിരൂക്ഷമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ചൈനയ്ക്ക് കൊടുക്കുന്ന പ്രഷറിലൂടെ ഇതും ബ്രിക്സിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ചൈനയും ഈ ഒരു ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ള ചില വാർത്തകളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ബ്രിക്സിലുള്ള കൂട്ടായ്മയാണ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കും. അമേരിക്ക കാണിക്കുന്ന ഈ വക കാര്യങ്ങളിലൊക്കെ ആ രീതിയിൽ ഒരു ബദൽ സംഘടന എന്നുള്ള നിലയിൽ ബ്രിക്സിനെ ശക്തിപ്പെടുത്താനാണ് ഇതൊക്കെ സഹായകരമാകുക എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രൈഡ് റിച്ച്മാൻ തന്നെ ചാൻസലർ ആയിട്ട് ആവാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇലക്ഷൻ നടന്നിട്ട് മാസങ്ങളോളം ആയെങ്കിലും ഇപ്പൊ ഏതാണ്ട് ഒരു ഉറപ്പിച്ച മട്ടിലാണ് ഫ്രൈഡ് റിച്ച്മാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ചുമ്മായേ ഫ്രൈഡ് റിച്ച്മാൻ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇനിയിപ്പോ കൂടുതൽ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഇസ്രായേലിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബലി പല രാജ്യങ്ങൾക്കെതിരെയും ഫ്രൈഡ് റിച്ച്മാൻ പല സ്റ്റേറ്റ്മെന്റുകളും പുറത്ത് പറയുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഫ്രൈഡ് റിച്ച്മാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ ഹംഗറി അതേപോലെ തന്നെ സ്ലോവാക്യ ഈ 2 രാജ്യങ്ങളെയും നിലയ്ക്ക് നിർത്തണം, ഇല്ലെങ്കിൽ അവരെ പുറത്താക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി ഇപ്പൊ പറഞ്ഞു വെക്കുന്നുണ്ട്. ജർമ്മനിയുടെ ചാൻസലറായിട്ട് വരാൻ പോകുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ഈ 2 രാജ്യങ്ങളും, അതായത് ഈ 2 രാജ്യങ്ങളും ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിട്ടാണ് ഇതിനകത്ത് കണക്കാക്കേണ്ടത്. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ
ഉക്രൈനെതിരെ അമേരിക്ക എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് ഹംഗറിയും സ്ലോവാക്യയും സ്വീകരിച്ചത്. അപ്പൊ അതിനെതിരെയാണ് ഈ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് ഫ്രൈഡ് റിച്ച്മാൻ പറയുന്നത്. അതുപോലെ സ്വീഡൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരണം എന്നാണ് സ്വീഡൻ പറയുന്നത്. സ്വീഡനൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. കാരണം സ്വീഡനിലൊക്കെ ഇതിന്റെ ഈ ഒരു തീവ്ര നിലപാടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ആ രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഈ തീവ്ര നിലപാടുള്ള ആൾക്കാരുടെ മേലുള്ള അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഒറിജിനൽ സ്വീഡിഷ് ആൾക്കാരുടെ വക്കൽ നിന്ന് പലപ്പോഴായിട്ട് പുറത്തു വരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് സ്വീഡനിൽ. ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. മൊത്തത്തിൽ കൂടി നമുക്ക് ഒരു വിഷയം കൂടി ഇതിനകത്ത് നോക്കി കാണേണ്ടത് മില്ലായി എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ പ്രൈം മിനിസ്റ്റർ. അർജന്റീനയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ UK എതിരായിട്ടാണ് പുള്ളി കണ്ടംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ടാഗോസ് ഐലൻഡ് മൊറീഷ്യസിന് കൈമാറാം എന്നുള്ള തീരുമാനം UK എടുത്തതിനെ ചൊല്ലി, അതായത് അർജന്റീനയ്ക്ക് അവകാശപ്പെട്ട ഫാൽക്കൻ ഐലൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡ് UK ഇപ്പോഴും കൈവശം വെച്ചിരിക്കുകയാണ്. ഐലൻഡിനെ കൈവശം വെച്ചിരിക്കുന്നതിലുപരിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെസ്റ്റേൺ കൺട്രീസിന്റെ അതേപോലെ തന്നെ അമേരിക്കയുടെ ഒക്കെ ട്രൂപ്പുകൾ ഇവിടെ ഇവർ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള മിലിറ്ററി എക്സസൈസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാൽക്കൻ ഐലൻഡിനെ ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കൺസേൺ മില്ലായി ഇപ്പം അറിയിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വിഷയമൊന്നുമില്ല, ചാഗോസ് ഐലൻഡിൽ നിങ്ങൾ എന്താണോ ഒരു നിലപാട് എടുത്തത് അതേപോലെ ഒരു നിലപാട് എടുത്തുകൊണ്ട് ഈ ഒരു ഫാൽക്കൻ ഐലൻഡിനെ അർജന്റീനയ്ക്ക് തിരിച്ചു തരണം എന്നുള്ള നിലയിലാണ് മില്ലായി ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.